ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് റൂമിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് കാണിച്ചു തരാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചാണ് ഞാൻ ഈ ബോട്ടിലായിട്ട് ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഇത് പൊടിയുപ്പാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയുപ്പ് ഞാൻ ഇതിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കളർ മിക്സിങ് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അക്രൈലിക് പെയിൻറ്റ്സ് ആണ്. വാട്ടർ കളർ ഒന്നും ഇതിലോട്ട് യൂസ് ചെയ്യരുത്. അക്രൈലിക് പെയിൻറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാൻ കാണിക്കുന്ന പോലെ കുറേശ്ശെയായിട്ട് കളർ മിക്സ് ചെയ്യണം. പെയിൻറ്റ് എടുക്കുമ്പം അളവ് കുറച്ച് വേണം എടുക്കാനായിട്ട്. കാരണം അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് കാരണം ഈ ഒരു സോൾട്ട് മെൽറ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് കുറേശ്ശെ വേണം പെയിൻറ്റ് എടുക്കാനായിട്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ഇത്രയും കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം കളേഴ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു റെയിൻബോ ഷെയ്ഡാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് കുപ്പിയിലോട്ട് ഫില്ല് ചെയ്യണം. ഇങ്ങനൊരു കോൺ ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കളറ് കുപ്പിയിലോട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഒരു പെന്നോ പെൻസിലോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ആ കുപ്പിയിലോട്ട് ഫില്ലായി കിട്ടും. ഓരോ കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ആ പൊടി കൂനായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഇതിൻ്റെ ഈ ഒരു പെൻസിലാണോ പെന്നാണോ എന്തെങ്കിലും വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് അവിടെ കിടന്നോളും. ഇങ്ങനെ ഓരോ കളേഴ്സും നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യണം. ഇതുപോലെ കേട്ടോ നമ്മൾ ആ ഒരു ലെവലാക്കേണ്ടത്. നമ്മൾ ഈ ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഒരിക്കലും ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം ഇത് എയറുമായിട്ട് കോൺടാക്റ്റ് ആകുമ്പോൾ ഉപ്പ് മെൽറ്റായി പോകും. അപ്പം കോർക്ക് വെച്ച് അടച്ച് വെച്ചാൽ മതി. അതായത് ബോട്ടിലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കോർക്ക് വെച്ചിട്ട് അടച്ച് വെക്കണം. കോർക്ക് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഇതിൻ്റെ സെയിം ക്യാപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതിൽ എയറായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു ബോട്ടിലായിട്ട് ട്രൈ ചെയ്യണം. കാരണം ഇത് അത്ര വലിയ എഫേർട്ടുള്ള ബോട്ടിലായിട്ടല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പം എൻ്റെ എല്ലാ കളറും ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പീസാണ് അത്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. എനിക്ക് മെയിൽ ചെയ്താൽ മതി. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഗായത്രി സൈനിങ് ഓഫ്. ബൈ.